ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോവോൾട്ടിക് മോഡ്യൂളുകളുടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ എങ്ങനെ നടത്താമെന്ന് പഠിക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷന് മുൻപും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുമായ ഫോട്ടോവോൾട്ടിക് മോഡ്യൂൾസിൻ്റെ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്താൻ കഴിയും. ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ. ദി ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ, അതായത് IEC, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻസ് ആണ് സോളാർ ഇൻഡസ്ട്രിയിലെങ്ങും ഉപയോഗിക്കപ്പെടുന്നതും ഏതാണ്ട് 15 വർഷത്തോളം ഇതിന് അക്സെപ്റ്റൻസും ലഭിച്ചിട്ടുള്ളതുമാണ്. IEC 61215. ദി IEC 61215 സർട്ടിഫിക്കേഷനാണ് ക്രിസ്റ്റലൈൻ ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിനായി ഉള്ളത്. ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിൻ്റെ ഏജിങ്ങിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ ഇത് കവർ ചെയ്യുന്നു. അതായത് ഇത് നേച്ചറിൻ്റെ ഫോഴ്സസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു, ലൈക്ക് സൺലൈറ്റ് ഇൻക്ലൂഡിംഗ് അൾട്രാവയലറ്റ്, അതായത് UV. അടുത്തത് ക്ലൈമറ്റ്, ചേഞ്ചിങ് ഓഫ് ക്ലൈമറ്റ്, കോൾഡ്നെസ്, വാംത്ത്, ഹ്യൂമിഡിറ്റി, മെക്കാനിക്കൽ ലോഡ്, ഹെയിൽ, വിൻഡ് സക്ഷൻ, വിൻഡ് പ്രഷർ, കൂടാതെ മഞ്ഞ്. IEC 61646. ദി IEC 61646 സർട്ടിഫിക്കേഷനാണ് നമ്മൾ തിൻ ഫിലിം ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിൽ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ്സും ക്രിസ്റ്റലൈൻ മൊഡ്യൂൾസിനായുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് IEC 61215വുമായി ആസ്പെക്ട്സിൽ ഏതാണ്ട് ഐഡൻറ്റിക്കലാണ്. പിന്നീടുള്ള അഡീഷണൽ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചറോ ഇറേഡിയൻസ് എക്സ്പോഷറോ മൂലമുള്ള അമോർഫസ് സിലിക്കോണിൻ്റെ ഡീഗ്രഡേഷൻ ബിഹേവിയറാണ് അത്. ക്വാളിഫിക്കേഷൻ ടെസ്റ്റുകൾ പാസ്സാകുക എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിന് സ്പെസിഫിക് സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നാണ് അർത്ഥം. പോസിബിൾ ഫെയിലിയേഴ്സിനെ കുറിച്ചുള്ള നോളജ്. ഫെയിലിയർ ക്ലാസിഫിക്കേഷൻ. ഒരു ക്ലാരിറ്റി ലഭിക്കുവാനായി ആദ്യമേ എന്താണ് ഒരു ഫെയിലിയർ എന്ന് നമുക്കാദ്യം മനസ്സിലാക്കാൻ സാധിക്കണം. ഏതൊരു ഫിസിക്കൽ പ്രോഡക്റ്റിനെയും പോലെ സോളാർ മൊഡ്യൂൾ ഇഷ്യൂസും 3 കാറ്റഗറീസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻഫന്റ് ഫെയിലിയർ, അതായത് ഡെലിവറിക്ക് 2 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി ഫെയിലിയേഴ്സ് സംഭവിക്കുന്നത് ഫോട്ടോവോൾട്ടിക് മൊഡ്യൂളിന്റെ വർക്കിംഗ് ലൈഫിന്റെ തുടക്കകാലത്തായിരിക്കും. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഫെയിലിയേഴ്സ് കാണപ്പെടുന്നത് ജംഗ്ഷൻ ബോക്സ് ഫെയിലിയർ, ഗ്ലാസ് ബ്രേക്കേജ്, ഡിഫക്റ്റീവ് സെൽ ഇന്റർകണക്ട്, ലൂസ് ഫ്രെയിം ആൻഡ് ഡീലാമിനേഷൻ. 2 മിഡ് ലൈഫ് ഫെയിലിയർ, അതായത് ഒരു 11-12 വർഷങ്ങൾക്ക് ഉള്ളിൽ സംഭവിക്കുന്നത്. ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിന്റെ ഒരു 2% 11-12 വർഷമാകുമ്പോഴേക്കും ഫെയിലിയർ ആകാനുള്ള സാധ്യത വളരെ സാധാരണമാണ്. അതിനായി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജംഗ്ഷൻ ബോക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ കേബിൾസ് ഫെയിലിയേഴ്സ് ഉണ്ടാകും, സെൽസിൽ ബേൺ മാർക്സ് ഉണ്ടാവും, കൂടാതെ എൻകാപ്സുലൻ ഫെയിലിയേഴ്സും ഉണ്ടാവും. അടുത്തത് വെയർ ഔട്ട് ഫെയിലിയർ, 13 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത്. ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിന്റെ വർക്കിംഗ് ലൈഫ് ടൈമിന്റെ അവസാന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. സാധാരണ സംഭവിക്കുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡീലാമിനേഷൻ, സെൽ പാർട്ട് ഐസൊലേഷൻ ഡ്യൂ ടു സെൽ ക്രാക്സ്, കൂടാതെ ഡിസ്കളറിംഗ് ഓഫ് ദി ലാമിനേറ്റ്. ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എങ്കിലേ മൗണ്ടഡ് ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോവോൾട്ടിക് സിസ്റ്റം പെർഫോമൻസ് ജനറലി ഒരു സോളാർ പാനൽസിലെ പ്ലെയിനിലുള്ള ഇൻസിഡന്റ് ഇറേഡിയൻസിനോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കൂടാതെ സോളാർ സെൽസിൻ്റെ ടെമ്പറേച്ചറും പിന്നെ സ്പെക്ട്രം ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റും. അതായത് ഇത് ഇൻവേർട്ടറിനോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അവിടെയാണ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ടിപ്പിക്കലി സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ടേബിൾ നോക്കാം. മൗണ്ടഡ് ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിൻ്റെ ഇവാലുവേഷൻ, അതിൻ്റെ വിഷ്വൽ ഇൻസ്പെക്ഷൻ നമുക്ക് പഠിക്കാം. ഫെയിലിയർ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ഓഫ് EVA, എൻകാപ്സുലൻ ഡീലാമിനേഷൻ. പോസിബിൾ കോസസ്: ഹ്യൂമിഡിറ്റി പ്ലസ് മോയ്സ്ചർ, പശയുടെ UV സെൻസിറ്റിവിറ്റി, മാനുഫാക്ചറിങ്ങിനിടയിലെ ഡിഫക്റ്റീവ് അദഷൻ, എക്സ്റ്റേണൽ ഏജൻസ് മൂലമുള്ള കണ്ടാമിനേഷൻ. അതിൻ്റെ എഫക്ട്സ് നോക്കാം. മോയ്സ്ചർ ഇൻഗ്രസ് ഉണ്ടാവും, ദ്രവിക്കും, ട്രാൻസ്മിറ്റൻസിൽ കുറവുണ്ടാവും, പവറിൽ കുറവുണ്ടാവും, ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അബ്നോർമലായിരിക്കും. ഫെയിലിയർ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ഓഫ് ഹോട്ട്സ്പോട്ട്സ്. പോസിബിൾ കോസസ് നോക്കാം. സെൽ കോമ്പണൻസിനിടയിൽ ഡിഫറെൻറ്റ് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് കാണും, ഷെയ്ഡിംഗ് അല്ലെങ്കിൽ സോയിലിംഗ് ഉണ്ടാവും, ഡിഫക്റ്റീവ് സെൽസ് ഉണ്ടാവും, ക്രാക്സ് അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ്, ലോ ഷണ്ട് റെസിസ്റ്റൻസ്, ഫോൾട്ടി ബൈപാസ് ഡയോഡ്. ഇനി എഫക്ട്സ് നോക്കാം. ബേൺസ്, ലോവർ ടോട്ടൽ കറന്റ്, ഡാമേജസ് ഓൺ EVA അല്ലെങ്കിൽ ഗ്ലാസ്, എൻകാപ്സുലൻ ഡീകളറേഷൻ, കൂടാതെ പവർ ലോസ് ഉണ്ടാവും, കൂടാതെ സെൽസിൽ തെർമൽ സ്ട്രെസ് ഉണ്ടാവും. ഫെയിലിയർ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ഓഫ് സോയിലിംഗ്, ഗ്ലാസ് ഡിസ്കളറേഷൻ, വെതറിംഗ്. പോസിബിൾ കോസസ് നോക്കാം. മൊഡ്യൂൾസിൻ്റെ പുവർ ടിൽറ്റിംഗ് ഉണ്ടാവും, ഡിഫക്റ്റീവ് ക്ലീനിങ് പ്രോട്ടോകോൾസ് ആയിരിക്കും,
ഡസ്റ്റി എൻവയോൺമെൻറ്റിൽ ലോങ് ടേം എക്സ്പോഷർ ഉണ്ടാവും. ഇനി എഫക്ട്സ് നോക്കാം. ചെറുതായിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റൻസ് ലോസസ് ഉണ്ടാവും, പവർ ലോസ് ഉണ്ടാവും, കോസ്മെറ്റിക് ചേഞ്ചസ് ഉണ്ടാവും, മോഡ്യൂൾസിൻ്റെ പുറത്തുള്ള പാർട്ടിക്കിൾസിൽ പെർമനൻ്റ് അലോക്കേഷൻ ഉണ്ടാവും, ഫെയിലിയർ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ഓഫ് ഫോൾട്ടി സോൾഡറിംഗ് ഫ്രാക്ചേർഡ് സെൽ. പോസിബിൾ കോസസ് നോക്കാം. ഡിഫക്റ്റീവ് ഫാബ്രിക്കേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് ഓർ ഹാൻഡ്ലിംഗ്, ലോങ് ടേം തെർമൽ സ്ട്രെസ്. ഇനി എഫക്ട്സ് നോക്കാം. ജനറേഷനിൽ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവാക്യുവേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അണീവൻ ആയിരിക്കും, സീരീസ് റെസിസ്റ്റൻസ് ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടാവും. ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. കൂടാതെ ഇൻസ്പെക്ഷൻ ഫയൽ ചെയ്യാനുള്ള ഫോംസ് പ്രിപ്പയർ ചെയ്യുകയും വേണം. കളക്ട് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്ത് അത് വേരിയസ് സെക്ഷൻസായി ഡിവൈഡ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യണം. അതിൻ്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് അത് സെക്ഷൻ ചെയ്യണം. സൈറ്റ് ഇൻഫർമേഷൻ, മൊഡ്യൂളിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇൻസ്പെക്ഷനാണിത്. മൊഡ്യൂൾ ഡേറ്റ, റിയർ സൈഡ് ഗ്ലാസ്, ബാക്ക് ഷീറ്റ് പോളിമർ, വയേഴ്സ്, കണക്ടേഴ്സ്, ജംഗ്ഷൻ ബോക്സ്, ഫ്രെയിം ഗ്രൗണ്ടിംഗ്. ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് ആദ്യം ഡിഫൈൻ ചെയ്ത് ഇൻസ്പെക്ഷൻ ഫയൽ ചെയ്യാനുള്ള ഫോംസ് പ്രിപ്പയർ ചെയ്യണം. കളക്ട് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്ത് അത് വേരിയസ് സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യണം. അതിൻ്റെ പ്രോപ്പർട്ടീസോ അപ്പിയറൻസോ നോക്കിയത് സെക്ഷൻ ചെയ്യണം. മൊഡ്യൂളിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഇൻസ്പെക്ഷനാണിത്. ഫ്രെയിം, ഫ്രെയിംലെസ് എഡ്ജ് സീൽ, ഗ്ലാസ് അല്ലെങ്കിൽ പോളിമർ ഫ്രണ്ട്, എൻകാപ്സുലന്റ് ഫ്രണ്ട്, മെറ്റലൈസേഷൻ, സിലിക്കോൺ സെൽ. ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ഫോർ ദി ഇവാലുവേഷൻ ഓഫ് മൗണ്ടഡ് ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസ്. യൂസർക്ക് നൽകേണ്ടതൊരു ഈസി ക്വസ്റ്റ്യനെയർ ആയിരിക്കണം. അതിൽ ആൻസറബിൾ ചെക്ക് ബോക്സ് ഉണ്ടാവണം. ഈ താഴെ കാണുന്നത് പോലെ ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് മൗണ്ടഡ് ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾ. ഇവാലുവേഷൻ്റെ മെയിൻ കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ലേബൽ, 2. ബാക്ക് ഷീറ്റ്, 3. ജംഗ്ഷൻ ബോക്സ്, 4. വയറിംഗ്, 5. ഫ്രെയിം, 6. ഫ്രണ്ട് ഗ്ലാസ്, 7. എൻകാപ്സുലേഷൻ, 8. സെൽസ്, 9. സെൽ മെറ്റലൈസേഷൻ, 10. സെൽ ഇന്റർകണക്ഷൻ. കോമ്പണന്റ്, ലേബിൾ, പോസിബിൾ ഡിഫെക്റ്റ്, മിസ്സിംഗ്, poorly attached, information is missing, incorrect spelling, component, backsheet, possible defect, delamination, component, junction box, possible defect, faulty electrical connection, cracks അല്ലെങ്കിൽ ബ്രേക്സ് അല്ലെങ്കിൽ ഹൗസിങ്ങിൽ ഗ്യാപ്സ് ഉണ്ടാവും, സീൽ ആൻഡ് ഫെയിലിയർ, കൂടാതെ ഇലക്ട്രിക്കൽ പൊളാരിറ്റി ഇൻഡിക്കേറ്റഡ് ആയിരിക്കില്ല. കോമ്പണന്റ്, വയറിംഗ്, പോസിബിൾ ഡിഫെക്റ്റ്, വയർ മിസ്സിംഗ് അല്ലെങ്കിൽ പുവർലി അറ്റാച്ച്ഡ് ആയിരിക്കും, വല്ലാതെ കുറവായിരിക്കും അല്ലെങ്കിൽ വല്ലാതെ തിന്നായിരിക്കും. കോമ്പണന്റ്, ഫ്രെയിം, പോസിബിൾ ഡിഫെക്റ്റ്, ഡാമേജ്ഡ്, അദസീവ് അല്ലെങ്കിൽ സീലൻറ്റിൻ്റെ ഫെയിലിയർ. കോമ്പണന്റ്, ഫ്രണ്ട് ഗ്ലാസ്, പോസിബിൾ ഡിഫെക്റ്റ്, ക്രാക്കിംഗ്, സ്ക്രാച്ചസ് ഉണ്ടാവും. കോമ്പണന്റ്, എൻകാപ്സുലേഷൻ, പോസിബിൾ ഡിഫെക്റ്റ്, ഡീലാമിനേഷൻ. കോമ്പണന്റ്, സെൽസ്, പോസിബിൾ ഡിഫെക്റ്റ്, ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും. ഡമ്മി പീസസ് ഉണ്ടാവും മിസ്സിംഗ് മെറ്റീരിയലിൻ്റെ രൂപത്തിൽ. ക്രാക്സ് ഉണ്ടാവും, പാർഷ്യലി കവേർഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സ്ക്രാച്ചസ് ഉണ്ടാവും, സൈസ് ഡിഫറൻസ് ഉണ്ടാവും. എഡ്ജ് ചിപ്സ്, എല്ലാ സെൽസും ചിലപ്പോൾ ഷൈനി ആയിരിക്കും. കോമ്പണന്റ്, സെൽ മെറ്റലൈസേഷൻ, പോസിബിൾ ഡിഫെക്റ്റ്, ഫിംഗേഴ്സ് നോട്ട് കണക്റ്റഡ് ടു ബസ് ബാർ. എല്ലാ സെൽസിലും സെയിം പാറ്റേൺ ആയിരിക്കില്ല. സെൽസിൻ്റെ കോർണറിലോ അല്ലെങ്കിൽ എഡ്ജിലോ ഉള്ള ഫിംഗേഴ്സ് ഓഫായിരിക്കും. കോമ്പണന്റ്, സെൽ ഇന്റർകണക്ഷൻ, പോസിബിൾ ഡിഫെക്റ്റ്, ഇന്റർകണക്ഷൻ ഡിസ്കണ്ടിന്യൂഡ് ആവും. ചിലപ്പോൾ സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് ആയിരിക്കും. ചിലപ്പോൾ അലൈൻമെൻറ്റ് മോശമായിരിക്കും അല്ലെങ്കിൽ സോൾഡറിങ്. ചിലപ്പോൾ സെൽസ് പാരലായി കണക്ട് ചെയ്യപ്പെടും, അത് റിയൽ സെൽസ് ആവാം. ഇതുവരെയുള്ള അവൈലബിൾ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ഡിഫെക്ട്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് സമ്മറി നോക്കാം. ഡിഫെക്റ്റോ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ സ്കോർ സം ചെയ്യണം. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ ഇൻസ്റ്റലേഷന് മുൻപും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുമായ ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസിൻ്റെ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്താൻ പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട്.
പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.